ഡൽഹിയിലെ ഇടുങ്ങിയ പാതകളിലൊന്നായ തുക്മാൻ ഗേറ്റിൽ നിന്നും പ്രവേശിച്ച് പഹാരി ഭോജ്ലയുടെ ഇടുങ്ങിയ പാതകളിലൂടെ ബൽബുലി ഖാന വരെ നടന്നാൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിച്ച ഒരു സിമന്റ് ഫലകം കാണാനാകും. അതിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: സുൽത്താൻ റസിയാസ് ടോംബ്. അതൊരു ശവകുടീരമാണ്. കടകളും വീടുകളും മറ്റ് അനധികൃത നിർമ്മാണത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നതിനാൽ കണ്ടെത്താൻ ഇത് പ്രയാസവുമാണ്. മുഗൾ ചരിത്രത്തിന്റെ താളുകളിൽ സ്ത്രീധൈര്യത്തിന്റെയും വിവേകത്തിന്റെയും ശക്തിയുടെയും ധൈര്യത്തിന്റെയും ചരിത്രത്തിൽ ഇടം പിടിച്ച ധീരയായ സ്ത്രീ, മുഗൾ സാമ്രാജ്യം ഭരിച്ച ഏക വനിതാ ചക്രവർത്തി റസിയ സുൽത്താന്റെ ശവകുടീരമാണിത്. പുരുഷന്റെ ലോകം കീഴടക്കിയ സ്ത്രീ ശക്തി ഒരു ഫലകത്തിന്റെ രൂപത്തിൽ വഴിയാത്രക്കാരെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുള്ളിൽ 2 കൽക്കുഴികളുണ്ട്. റജ്ജി ഷാജി എന്നറിയപ്പെടും, അതായത് റസിയ ഷാസിയ. രണ്ടാമത്തെ കുഴിമാടം സഹോദരി ഷാസിയയുടേതാണ്. റസിയയുടെ ശവകുടീരം അവളുടെ പിൻഗാമിയും അർദ്ധ സഹോദരനുമായ ബഹ്റാം നിർമ്മിച്ചതാണെന്ന് പറയപ്പെടുന്നു. ഇന്ന് ഈ സ്ഥലം വലിയ തോതിൽ അവഗണിക്കപ്പെട്ടിരിക്കുകയാണ്. റസിയയുടെ ശവകുടീരത്തിനു മുകളിൽ ഒരു താഴിക കുടം പണിതിരുന്നു. ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറിയെന്നും ആളുകൾ അനുഗ്രഹം തേടി ഇവിടെ എത്തിയിരുന്നു എന്നും 14-ാം നൂറ്റാണ്ടിലെ സഞ്ചാരി ഇബ്നു ബത്തൂത്ത പരാമർശിക്കുന്നുണ്ട്. 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ പ്രദേശവാസികൾ അതിനടുത്തായി ഒരു മസ്ജിദ് നിർമ്മിച്ചു. 1236 നവംബർ 10-ന് ജലാലത്തുദ്ദീൻ റസിയ എന്ന ഔദ്യോഗിക നാമത്തിൽ അവർ സിംഹാസനം ഏറ്റെടുത്തപ്പോൾ യാഥാസ്ഥിതിക മുസ്ലിങ്ങളുടെ രോക്ഷം ക്ഷണിച്ചു വരുത്തിയ പർദ്ദ ഉൾപ്പെടെയുള്ള തന്റെ പരമ്പരാഗത മുസ്ലിം സ്ത്രീ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കാൻ അവൾ ബോധപൂർവമായ തീരുമാനമെടുത്തു. പകരം മുമ്പത്തെ പുരുഷ ഭരണാധികാരികളെ പോലെ അവർ ധരിക്കുന്ന വസ്ത്രമാണ് അവളും സ്വീകരിച്ചത്. സുൽത്താന എന്ന് അഭിസംബോധന ചെയ്യാൻ റസിയ വിസമ്മതിച്ചു. സുൽത്താന എന്നാൽ ഒരു സുൽത്താന്റെ, അതായത് ഭരണാധികാരിയുടെ ഭാര്യ അല്ലെങ്കിൽ യജമാനത്തി എന്നാണ്. അവൾ അഭിമാനത്തോടെ പ്രഖ്യാപിച്ചു സുൽത്താൻ, കാരണം അവൾ പരമോന്നതയായിരുന്നു. മംലൂക്ക് രാജവംശത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഒരു സ്ത്രീക്ക് സുൽത്താൻ എന്ന പദവി നൽകുകയോ അല്ലെങ്കിൽ അഭിസംബോധന ചെയ്യുകയോ ചെയ്തിട്ടില്ല. കാരണം ഒരു സ്ത്രീ അതിനു മുൻപ് ഭരിച്ചിട്ടില്ല. മൂന്നാമത്തെ ഡൽഹി സുൽത്താൻ ഇൽത്തുമിഷിന്റെയും തുർക്കൻ ഖുതുബ് ബീഗത്തിന്റെയും മകളായി ജനിച്ച റസിയയുടെ കുടുംബം പ്രഭുക്കന്മാരുടെ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നില്ല. വാസ്തവത്തിൽ അവളുടെ പൂർവിക വേരുകൾ തുർക്കി സെൽജൂക്ക് അടിമകളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. പിതാവായ ഇൽത്തുമിഷും യഥാർത്ഥത്തിൽ ഡൽഹിയിലെത്തിയത് ഭരണാധികാരിയായ കുത്തബുദ്ദീൻ ഐബക്കിന്റെ കീഴിൽ അടിമയായാണ്. മംലൂക്ക് രാജവംശം അഥവാ അടിമ രാജവംശത്തിന്റെ അടിത്തറ പാകിയത് ഐബക്കാണ്. ഇൽത്തുമിഷും ഒരു യുവ അടിമയായി വിൽക്കപ്പെടുകയും തന്റെ മുൻഗാമിയായ ഘോറിലെ മുഹമ്മദിന്റെ പിൻഗാമിയായി വരികയുമാണ് ചെയ്തത്. കുത്തബുദ്ദീൻ ഐബക്കിന്റെ വിശ്വസ്തൻ എന്ന നിലയിൽ ഒരു പ്രവിശ്യ ഗവർണർ സ്ഥാനം നേടാൻ ഇൽത്തുമിഷിന്റെ ധീരതയും സത്യസന്ധതയും തുണയായി. ഐബക്കിന് തന്റെ മകൾ തുർക്കൻ ഖുതുബ് ബീഗത്തിനെ ഇൽത്തുമിഷിനെ വിവാഹം ചെയ്തു കൊടുത്തു. 1210-ൽ ഒരു ചൗഗാൻ അപകടത്തിൽ സുൽത്താൻ ഐബക്ക് നിർഭാഗ്യവശാൽ മരണപ്പെട്ടു. തുടർന്ന് അദ്ദേഹത്തിന്റെ അനന്തരാവകാശിയായി മകൻ അരാം ബഷ് സിംഹാസനം ഏറ്റെടുത്തു. അരാം ഒരു സമർത്ഥനായ ഭരണാധികാരിയായിരുന്നെങ്കിലും അരാമിന്റെ ഭരണത്തെ എതിർത്ത ചിഹൽഗാനി എന്ന 40 തുർക്കി പ്രഭുക്കന്മാരുടെ ഒരു സംഘം ഡൽഹിയിലെ സുൽത്താൻ എന്ന സ്ഥാനത്തേക്ക് ഇൽത്തുമിഷിനെ ക്ഷണിച്ചു. ഇത് ഡൽഹിക്കടുത്തുള്ള ബാഗ് ഇജൂദ് സമതലത്തിൽ ആരാം ഷായും ഇൽത്തുമിഷും തമ്മിലുള്ള യുദ്ധത്തിലേക്ക് നയിച്ചു. അവിടെ ഇൽത്തുമിഷ് ആരാമിനെ പരാജയപ്പെടുത്തി 1211-ൽ സിംഹാസനത്തിൽ കയറി. 1229-ൽ ബംഗാൾ ഭരിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മൂത്ത മകൻ നസീറുദ്ദീൻ മഹദൂദ് മംഗോളിയരുമായി യുദ്ധത്തിൽ മരിച്ചതിനാൽ മരണാസന്നനായ സുൽത്താൻ തന്റെ ജീവിച്ചിരിക്കുന്ന പുത്രന്മാരിൽ ആരെയും കഴിവുള്ള ഭരണാധികാരിയായി കണക്കാക്കിയില്ല. മരണക്കിടക്കയിൽ തന്റെ മകൾ റസിയയെ തന്റെ അനന്തരാവകാശിയായി നാമനിർദ്ദേശം ചെയ്തുകൊണ്ട് സുൽത്താൻ ചരിത്രം തിരുത്തിയെഴുതി. ചരിത്രകാരനായ മിൻഹാജുൻ സിറാജിന്റെ അഭിപ്രായത്തിൽ ജീവിച്ചിരിക്കുന്ന ആൺമക്കളുണ്ടെന്നതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ പ്രഭുക്കന്മാർ ഈ തീരുമാനത്തെ ചോദ്യം ചെയ്തപ്പോൾ റസിയ തന്റെ 20 ആൺമക്കൾക്കും തുല്യയാണെന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയത്. 25 വർഷത്തെ വിജയകരമായ ഭരണത്തിന് ശേഷം 1236-ൽ ഇൽത്തുമിഷ് അന്തരിച്ചു. പിതാവ് നാമനിർദ്ദേശം ചെയ്തിട്ടും ഒരു സ്ത്രീയെ ഭരിക്കാൻ പ്രഭുക്കന്മാരുടെ കോടതി റസിയയെ പിന്തുണച്ചില്ല. അവളുടെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും മൂത്ത അർദ്ധ സഹോദരൻ റുക്നുദ്ദീൻ ഫിറൂസ് പകരം സിംഹാസനത്തിലേക്ക് ഉയർത്തപ്പെട്ടു. ഭരണം അമ്മ ഷാ തുർക്കന്റെ കൈകളിൽ ഏൽപ്പിച്ച്
ഫിറൂസ് സുഖഭോഗങ്ങളിൽ ഏർപ്പെട്ടു. ഇത് പ്രഭുക്കന്മാരെ രോക്ഷാകുലരാക്കി. ഡൽഹിയിലെ ജനങ്ങൾ നിരാശയിലായി. 6 മാസത്തിനു ശേഷം അദ്ദേഹവും അമ്മയും കൊല്ലപ്പെട്ടപ്പോൾ റസിയയെ തങ്ങളുടെ സുൽത്താനായി സ്വീകരിക്കുകയല്ലാതെ പ്രഭുക്കന്മാർക്ക് മറ്റു മാർഗമില്ലായിരുന്നു. ജനങ്ങൾ അവളിൽ വിശ്വാസം അർപ്പിക്കുകയും ഡൽഹിയുടെ 5ാമത്തെ സുൽത്താനായി അവളെ സിംഹാസനത്തിലേക്ക് ഉയർത്തുകയും ചെയ്തു. പിന്നീട് അവൾ വിശ്വാസികളുടെ കമാൻഡറുകളുടെ സഹായി, അതായത് ഖലീഫ എന്ന പദവി സ്വീകരിച്ചു. സുൽത്താൻ റസിയ 4 വർഷം വിവേകത്തോടെ ഭരിച്ചു. അതായത് 1236 മുതൽ 1240 വരെയുള്ള കാലയളവിൽ. കുട്ടിക്കാലം മുതൽ ഇൽത്തുമിഷും അദ്ദേഹത്തിന്റെ വിശ്വസ്ത അടിമയായ അബിസീനിയൻ മാലിക് യാക്കൂത്തും റസിയയെ യുദ്ധം, കുതിരസവാരി, നയതന്ത്രം, ഭരണം എന്നിവയിൽ പരിശീലിപ്പിച്ചിരുന്നു. അവളുടെ പിതാവിന്റെ മാർഗനിർദ്ദേശത്തിന് കീഴിൽ കോടതി കാര്യങ്ങളെയും സൈനിക കമാൻഡിനെയും സ്വാധീനിക്കുകയും ചെയ്തു. മുസ്ലിം കുടുംബത്തിലെ സ്ത്രീകൾക്കായി നീക്കിവെച്ചിരുന്ന ഗാർഹിക ഇടമായ ഹറമിലെ സ്ത്രീകളുമായി വളരെ കുറച്ച് ഇടപെടലുകൾ മാത്രമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ. അവൾക്ക് ചുറ്റുമുള്ള സ്ത്രീകളുടെ ഭീരുവും സംയമനവുമുള്ള പെരുമാറ്റം അവൾ ഒരിക്കലും ഉൾക്കൊണ്ടില്ല. ഡൽഹിയിലെ തെരുവുകളിലൂടെ ആനപ്പുറത്ത് സവാരി നടത്തി. ഇബ്നു ബത്തൂത്ത പിന്നീട് പറയുന്നത് പോലെ വില്ലും ആവനാഴിയും ധരിച്ച് കൊട്ടാരം ഭരിക്കുന്നവരാൽ ചുറ്റപ്പെട്ട പുരുഷന്മാർ സവാരി ചെയ്യുമ്പോൾ അവൾ കുതിരപ്പുറത്ത് കയറി. അവൾ മുഖം മറച്ചില്ല. സ്ത്രൈണ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി ഒരു പുരുഷന്റെ മേലങ്കിയും അങ്കിയും തലപ്പാവും ധരിച്ചു. AD 1231 ഇൽത്തുമിഷ് ഗോളിയോർ കോട്ട ഉപരോധിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഡൽഹിയുടെ കാര്യങ്ങൾ ഏറ്റെടുത്തത് റസിയയായിരുന്നു. അവളുടെ ഭരണകാലത്ത് സ്ത്രീകളുടെ സ്തംഭം കാലത്തിന്റെ രാജ്ഞി ഷംസുദ്ദീൻ ഇൽത്തുമിഷിന്റെ മകൾ സുൽത്താൻ റസിയ എന്ന പേരിൽ നാണയങ്ങൾ അടിച്ചുകൊണ്ട് റസിയ തന്റെ അധികാരം മുദ്രകുത്തി. സ്കൂൾ അക്കാഡമികൾ, ഗവേഷണ കേന്ദ്രങ്ങൾ, പൊതു ലൈബ്രറികൾ എന്നിവ സ്ഥാപിച്ചു. വംശീയത ഇല്ലാതാക്കുന്നതിനും രാജ്യത്തിന്റെ റോഡ് ശൃംഖല ശക്തിപ്പെടുത്തുന്നതിലും വിദ്യാഭ്യാസ സാംസ്കാരിക സ്ഥാപനങ്ങൾ അഭിവൃദ്ധി സ്ഥാപിക്കുന്നതിനും വേണ്ടി അവൾ പ്രവർത്തിച്ചു. സ്കൂളുകളിലെയും കോളേജുകളിലെയും സിലബസുകളിൽ ഖുറാൻ, പ്രശസ്തരായ പുരാതന തത്വചിന്തകരുടെ കൃതികൾ, മുഹമ്മദിന്റെ പാരമ്പര്യങ്ങൾ, ശാസ്ത്രം, തത്വചിന്ത, ജ്യോതിശാസ്ത്രം, വിവിധ ഹൈന്ദവ കൃതികൾ, സാഹിത്യം എന്നിവയും ഉൾപ്പെടുത്തി. സുൽത്താൻ റസിയ മാലിക് യാഖൂവിനെ അമീറിയിൽ അഖൂർ അല്ലെങ്കിൽ കുതിരകളുടെ കമാൻഡറായി നിയമിച്ചു. അതുവരെ എല്ലാ പ്രധാന സ്ഥാനങ്ങളും വഹിച്ചിരുന്ന തുർക്കി പ്രഭുക്കന്മാർ ഇത് അപമാനമായി കണക്കാക്കി. ഇബ്നു ബത്തൂത്ത എഴുതുന്നത് റസിയയും മാലിക് യാഖൂബും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ച് സംശയങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഒരുപക്ഷെ അവരുടെ ഉപദേഷ്ടാവും പിതാവുമായ ഒരാളിലുള്ള അവരുടെ വിശ്വാസം തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടതുമാകാം എന്നാണ്. റസിയയുടെ അധികാരത്തിലേക്കുള്ള ഉയർച്ച പല തുർക്കി പ്രഭുക്കന്മാരിലും അസൂയ ജനിപ്പിച്ചു. ഒരു സ്ത്രീ സുൽത്താൻ പുരുഷ യോദ്ധാക്കൾക്കും പ്രഭുക്കന്മാർക്കും അപമാനമായി തോന്നി. റസിയക്കെതിരെ ഗൂഢാലോചന നടത്തിയ അന്നത്തെ ഭട്ടിൻഡ ഗവർണറായിരുന്ന മാലിക് ഇഖ്തിയാർ ഉൽദീൻ അൽത്തൂനിയയാണ് അത്തരത്തിലുള്ള ഒരു മഹാൻ. എന്നാൽ റസിയയുടെ ഏറ്റവും അടുത്ത ബാല്യകാല സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു അൽത്തൂനിയ എന്നത് പല ചരിത്രകാരന്മാരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു. സിംഹാസനം കൈവശപ്പെടുത്തുവാൻ റസിയയുടെ സഹോദരൻ മുയിസുദ്ദീൻ ബഹ്റാം ഷായെ സഹായിക്കാൻ അൽത്തൂനിയ ഒരു പദ്ധതി തയ്യാറാക്കി. പിന്നീട് റസിയ അൽത്തൂനിയക്കെതിരെ യുദ്ധം ചെയ്തു. പക്ഷേ ദയനീയമായ പരാജയം ഏറ്റുവാങ്ങി. അൽത്തൂനിയ റസിയയെ ബത്തിൻഡയിലെ ഖില മുബാറക്കിൽ തടവിലാക്കി. മാലിക് യാക്കൂത്ത് കൊല്ലപ്പെട്ടു. 1240 ഏപ്രിൽ അവളുടെ സഹോദരൻ ബഹ്റാം ഷായെ ഡൽഹിയുടെ സിംഹാസനത്തിലേക്ക് ഉയർത്തി. ഇതിനിടയിൽ മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ അൽത്തൂനിയ റസിയയെ വിവാഹം കഴിക്കാൻ വാഗ്ദാനം ചെയ്യുകയും അവൾ അത് സ്വീകരിക്കുകയും ചെയ്തു. 1240 സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ റസിയയുടെയും അൽത്തൂനിയയുടെയും സൈന്യം ബഹ്റാം ഷായെ ആക്രമിച്ചു. എന്നാൽ 14-ന് ബഹ്റാമിന്റെ സൈന്യം ഭാര്യ ഭർത്താക്കന്മാരെ പരാജയപ്പെടുത്തി. ഡൽഹിയിൽ നിന്നും രക്ഷപ്പെട്ട ഇവർ അടുത്ത ദിവസം കൈത്താലിൽ എത്തി. ബാക്കി സൈനികരും അവരെ ഉപേക്ഷിച്ചു. പിറ്റേ ദിവസം 1240 ഒക്ടോബർ 15-ന് ഹിന്ദു ജാട്ടുകൾ അവരെ പിടികൂടി കൊള്ളയടിച്ച് ശിരച്ഛേദം ചെയ്തു. അങ്ങനെ 35-ാം വയസ്സിൽ ഡൽഹി സുൽത്താനേറ്റിലെ ആദ്യത്തെയും അവസാനത്തെയും വനിതാ ഭരണാധികാരി ചരിത്രമായി. ഒരു തകർന്ന കെട്ടിടമാണ് റസിയയുടെ യഥാർത്ഥ കബറിടം. കൈതാളിൽ നിന്നും ഡൽഹിയിലെ അവളുടെ ശവകുടീരത്തിൽ വീണ്ടും സംസ്കരിക്കാമെന്ന് അനുമാനിക്കപ്പെടുന്നു. 5-ാമത്തെ മംലൂക്ക് രാജവംശത്തിന്റെ ഭരണാധികാരിയായി
ലോകമെമ്പാടുമുള്ള ഇസ്ലാമിക നാഗരികതയുടെ ചരിത്രത്തിലെ ചുരുക്കം ചില സ്ത്രീ ഭരണാധികാരികളിൽ ഒരാളായി റസിയ സുൽത്താനയെ ചരിത്രം കണക്കാക്കുന്നു. അടിമ രാജവംശത്തിന്റെ മുൻനിര ഭരണാധികാരികളിൽ ഒരാളെന്ന നിലയിൽ അവളുടെ ഭരണം സാമൂഹിക വർഗീയ അടിത്തറകളെ വെല്ലുവിളിക്കുകയും സാമൂഹിക വർഗത്തിന്റെ അടിത്തറയെ വെല്ലുവിളിക്കുകയും അധികാര ഘടനകളെ ഇളക്കിവിടുകയും ചെയ്തു. അക്കാലത്തെ ധീരയായ ഒരു മുസ്ലിം സ്ത്രീയായിരുന്നു റസിയ സുൽത്താൻ. തന്റെ മികച്ച ഭരണതന്ത്രങ്ങൾ കൊണ്ട് സ്വയം ഒരു മികച്ച ഭരണാധികാരിയാണെന്ന് തെളിയിച്ചു. 35 വർഷത്തെ ജീവിതത്തിനിടയിൽ അവൾ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചു. ആണുങ്ങളുടെ അത്രയും മാന്യതയോടെ സ്ത്രീകളെ പരിഗണിക്കാത്ത അക്കാലത്ത് ഭരണാധികാരിയാകുന്നതും മഹത്തായ കാര്യമാണ്.